വീട്ടുപടിക്കൽ ചീട്ടുകളിയും മദ്യപാനവും നടത്തിയത് ചോദ്യം ചെയ്തതിന്റെ പ്രതികാരത്തിൽ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. 4 പേർക്ക് പരിക്ക്. ഗുരുവായൂർ കോട്ടപ്പടി ചിറമ്മൽ വീട്ടിൽ 30 വയസ്സുള്ള ഡാനി, താനപ്പറമ്പിൽ 24 വയസ്സുള്ള ഷിജിൻലാൽ, 32 വയസ്സുള്ള സബീഷ്, വാഴപ്പുള്ളി 33 വയസ്സുള്ള ഫ്രെഡി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇന്നലെ വൈകിട്ട് കോട്ടപ്പടി പഞ്ചായത്ത് ഗ്രൗണ്ടിലെ കിണറിന് സമീപത്ത് വെച്ചാണ് സംഭവം. കഴിഞ്ഞ ദിവസം ഡാനിയുടെ വീട്ടുപടിക്കൽ 6 പേരടങ്ങിയ സംഘം ചീട്ടുകളിയും മദ്യപാനവും നടത്തിയിരുന്നു. ഇത് ഡാനി ചോദ്യം ചെയ്തു. ഇതിന്റെ വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമായത്. സ്ഫോടക വസ്തുക്കളും മാരകായുധങ്ങളുമായാണ് സംഘം മർദ്ദനം നടത്തിയതെന്ന് ഡാനി പറഞ്ഞു. മുരളി എന്നയാളുടെ നേതൃത്വത്തിൽ 12ഓളം പേരടങ്ങിയ സംഘമാണ് തങ്ങളെ മർദ്ദിച്ചത്. ഗുണ്ട് പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കി മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാനായിരുന്നു ശ്രമിച്ചതെന്നും ഡാനി പറഞ്ഞു. എൻ്റെ വീടിൻ്റെ പടിക്കിരുന്നിട്ട് കള്ളുടിക്കലും മദ്യപാനവും ചീട്ടുകളിയും ഉണ്ടായിരുന്നു. അത് ചോദ്യം ചെയ്തതിനാണ്. ചോദ്യം ചെയ്ത് വീട്ടുകാരായിട്ട് അവരോട് സംസാരിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അവര് ആയുധങ്ങളും വാളും പിന്നെ അതുപോലെ തന്നെ പൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഞങ്ങളെ വന്ന് ആക്രമിക്കാൻ നോക്കി. ആക്രമത്തിൽ എനിക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവിടെ ഒരു പൊളിപ്പുണ്ട്, കാലിമ പരിക്കേറ്റിട്ടുണ്ട്. അവര് ആസൂത്രണമായിട്ടുള്ള പരിപാടിയായിരുന്നു. അവര് മറ്റേ ഗുണ്ട് കത്തിച്ചെറിഞ്ഞിട്ട് ഞങ്ങളെ വെട്ടാനാണ് നോക്കിയത്. വാളായിട്ട് 2 ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെ ഞങ്ങൾ കണ്ടുപിടിച്ചില്ല ഇതുവരെയായിട്ടും. അവർ ഞങ്ങളെ വെട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. പിന്നെ അവരുടെ കയ്യിൽ എല്ലാവരും ആയുധങ്ങളായിരുന്നു. എല്ലാവരുടെ കയ്യിലും പൈപ്പായിരുന്നു. അവരൊരു 10-12 ആൾക്കാർ കൂടിയിട്ടാണ് ഇവിടെ വന്നത്. ഞങ്ങൾക്ക് 4 ആൾക്കാർക്ക് ഇപ്പോൾ പരിക്കുണ്ട്. ഒരാളെ കൈയിന്റെ വിരൽ ഒടിഞ്ഞിട്ടുണ്ട്, 2 ആളെ തല പൊളിഞ്ഞിട്ടുണ്ട്. അവര് 2 ആള് അവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഒരാൾ ഇവിടെ അഡ്മിറ്റാണ്. ഈ പുറത്തുനിന്ന് 2 ആൾക്കാരെ എനിക്ക് അറിയില്ല. ഈ മുരളിയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് ഇതിനെ ഉണ്ടാക്കിയുള്ളത്. മുരളിയാണ് ഇതിന് എന്താ പറയാ മുൻകൂറായിട്ട് നിന്നുള്ളത്. മുരളിയാണ് സംസാരിച്ച കേസായിരുന്നു. മുരളി പിന്നെ ആൾക്കാരെ ഇട്ടിട്ട് ആക്രമിക്കാൻ വേണ്ടി വന്നതാണ്. വടിവാൾ ഉപയോഗിച്ച് സഹോദരനെ വെട്ടാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞപ്പോഴാണ് തനിക്ക് പരിക്കേറ്റതെന്ന് ഷിജിൻലാൽ പറഞ്ഞു. അടിക്കണ സമയത്ത് വാളുണ്ടായിരുന്നു. വാളെടുത്ത് വെട്ടണ നേരത്ത് ചേട്ടനെ വെട്ടാൻ നോക്കുമ്പോ ഞാൻ കൈയെടുത്തെടുത്തു. തടുക്കണേല് കൈമ വാള് കൊണ്ടു. അതുണ്ടായത്. പിന്നെ അവര് പിള്ളേരെ കൊണ്ടു, ചെറിയ പിള്ളേരെ കൊണ്ടു അവരൊക്കെ ആക്രമിച്ചു. അങ്ങനെ ഉണ്ടായിരുന്നു. ഡാനി, ഷിജിൻലാൽ എന്നിവർ മുതുവട്ടൂർ രാജ ആശുപത്രിയിലും ഫ്രെഡിയും സബീഷും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലാണ്. ഗുരുവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങളിൽ ആളുകാരൻ സിൽവർ ജ്വല്ലറി, ചാവക്കാട്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.